നമസ്കാരം, ചന്ദ്രാപ്പിന്റെ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ NTPC എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് ആണ്. വെച്ചാല് നമുക്ക് അറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു തരുന്ന ഒരു അറിവ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പിന്നെ ആൻസർ കീ ഒക്കെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായി ചോദിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. അത് എത്ര എണ്ണം ചോദിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര ഷിഫ്റ്റുകളിൽ എങ്ങനെ ചോദിച്ചു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനിയും എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പൊ എക്സാം ഇപ്പൊ ഒരു 10 ദിവസത്തോളം ആയില്ലേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒരു 24 വരെയൊക്കെ എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇനിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ GK ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് GK കറണ്ട് അഫയേഴ്സ് ഒന്നും ഏതൊക്കെയാണെന്ന് ഓർമ്മ, അതായത് കഴിഞ്ഞു വരുന്ന കുട്ടികളുടെ ഒരു ഓർമ്മ അനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലകളിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളൊരു നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരുപാട് എഴുതി കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരുവിധം എങ്ങനെയാണ്, എത്രത്തോളം ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ മേഖലകളിൽ നിന്നും ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി എക്സാം ഉള്ളവർക്ക് എന്ത് ചെയ്യും, അതൊരു ഉപകാരമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5-6 ദിവസം കൂടി നമ്മുടെ NTPC എക്സാം ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. GK ഒക്കെ നമുക്ക് കുറച്ചധികം പറയാൻ പറ്റില്ല, കാരണം ഓർമ്മയുള്ളത് മാത്രമേ നമുക്ക് അത് പറഞ്ഞു തരത്തുള്ളൂ. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു GK ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചോദിച്ചത്. GK നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് കൂടുതലും 2025 കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒത്തിരി ഷിഫ്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ഷിഫ്റ്റിൽ നിന്നും കൂടിയാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 2025 കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ടും 24 ആണെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര എളുപ്പമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നും അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ല. ഒരുവിധം നമ്മൾ ചിന്തിച്ച് വായിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഒരുവിധം എല്ലാത്തിലും കേട്ടോ. ഇപ്പൊ ചിലതിൽ എന്തെങ്കിലും ജിയോമെട്രി ചോദിച്ചിട്ടുണ്ട്, ചിലതിൽ ജിയോമെട്രി ചോദിച്ചിട്ടില്ല, ചിലതിൽ വർക്ക് ആൻഡ് ടൈം ചോദിച്ചിട്ടുണ്ട്, റീസണിങ് ചിലതിൽ കൂടുതൽ, ചിലതിൽ കുറവ്, അങ്ങനെയൊക്കെയാണ്. ചിലതിൽ എളുപ്പം കൂടുതൽ, അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഓരോ ഷിഫ്റ്റും അവരവരുടെ ഷിഫ്റ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ എഴുതിയ ഷിഫ്റ്റിൽ ചിലപ്പോൾ മാത്സ് ആയിരിക്കും എളുപ്പം, ചിലപ്പോ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും എളുപ്പം, ചിലപ്പോ റീസണിങ് ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇത് പറയുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ ഒരു എക്സാം കഴിഞ്ഞ കുട്ടികളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വിവരമാണ്. അപ്പൊ അത് നിങ്ങൾ കാണും വരികയല്ല, എനിക്ക് റീസണിങ് അല്ല എളുപ്പം, എനിക്ക് മാത്സ് ആയിരുന്നു എളുപ്പം എന്ന് ചിലർ പറയും. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ മൊത്തത്തിലുള്ള ഒരു സമ്മറിയാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പൊളൈറ്റ് ചോദിച്ചിട്ടുണ്ട്, ജനറൽ സയൻസ്, പിന്നെ ഹിസ്റ്ററി, ആൻഷ്യന്റ് ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദിച്ചതുകൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഹിസ്റ്ററി, ആൻഷ്യന്റ് കുറച്ചധികം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുമ്പോ വേൾഡും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ നാഷണൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ GKയിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന റിവേഴ്സുകൾ ചോദിച്ചിട്ടുണ്ട്, റിവേഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ IT ചോദിച്ചിട്ടുണ്ട്. പിന്നെ IT എന്ന് പറയുമ്പോൾ അതിൽ CPU ചോദിച്ചിട്ടുണ്ട്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചോദിച്ചിട്ടുണ്ട്, CPU ചോദിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റുകള്, പിന്നെ സൈബർ ക്രൈംസ് എല്ലാത്തിലും ചോദിച്ചിട്ടില്ല, ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ റിറ്റ്സുകൾ ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിറ്റ്സുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ എക്സാംസുകൾക്കും ചോദിക്കുന്നത് തന്നെയാണ്. ആർട്ടിക്കിൾസ് 44 ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർട്ടിക്കിൾസ് 44 ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോസ്റ്റൽ ഏരിയയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയ കൂടുതൽ ചോദിച്ചതുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെന്താണ്, നമ്മുടെ ജനറൽ സയൻസ് അതും കുറച്ച് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി മാത്രമല്ല, നമ്മുടെ ജനറൽ സയൻസ് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൂവ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്, മുഗൾ ഡൈനാസ്റ്റി ചോദിച്ചിട്ടുണ്ട്, മുഗൾ ഡൈനാസ്റ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലാണ് സ്പോർട്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്.
അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സുകളില്ലേ, ഇൻഡെക്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് കൂടാതെ നമുക്ക് എന്താണ് ഹിസ്റ്ററിയിൽ തന്നെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ ഒരു 4-5ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 4-5 ആൻഷ്യന്റ് ഹിസ്റ്ററിയും അല്ലാത്ത എല്ലാം ചോദിച്ചിട്ടുണ്ട്. 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക്സ് ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക്സ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സ്കീമുകൾ ചോദിച്ചിട്ടുണ്ട്. സ്കീംസ് ഞാൻ പറഞ്ഞായിരുന്നു, സ്കീംസുകൾ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ലെവൽ സ്കീംസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. സ്കീംസുകൾ ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മള് GK-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. റീസണിംഗ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ പോലത്തെ ടൈപ്പ് അത് ചോദിച്ചിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഷിഫ്റ്റിലും അത്യാവശ്യം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഒരു 3-4 ഈസി ആയിട്ടുള്ളത് ഉണ്ടായിരുന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ട് മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ളത് ഉണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓഡ് ആൻഡ് ഔട്ട് ചോദിച്ചിട്ടുണ്ട്. സീരീസ് അല്ല, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ലെറ്റർ സീരീസ്, ആൽഫബറ്റ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട്. അനലോഗി ചോദിച്ചിട്ടുണ്ട്. അനലോഗിയുടെ ക്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അനലോഗി ചോദിച്ചിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചോദിച്ചിട്ടുണ്ട്. റാങ്കിങ് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് ബ്ലഡ് റിലേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ച് ടഫ് ആയിരുന്നു എന്നാണ് ഒത്തിരി പേര് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങും സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും ഉണ്ടായിരുന്നു. അത് രണ്ടും കുറച്ച് പാടായിരുന്നു. പിന്നെ സിലോജിസം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയതാണ് സിലോജിസം ഒക്കെ. അങ്ങനെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചില സെക്ഷനിൽ കൂടുതൽ റീസണിങ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചിലർക്ക് ഈസി, ചിലർക്ക് മോഡറേറ്റ് ആണ്. അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദിച്ചിട്ടില്ല. ഓർഡർ നോട്ട് ഈസി ആയിരുന്നു. നമ്പർ ഓഫ് സീരീസ് ഇപ്പം ഈസി എന്ന് പറയുമ്പോൾ ഒരു മൊത്തം എല്ലാ ഷിഫ്റ്റ് എടുക്കുമ്പോൾ 1-2 പാട് വരും. പിന്നെ അനലോഗി ഉണ്ടായിരുന്നു, റാങ്കിങ്, കോഡിംഗ്. പക്ഷെ ചിലർക്ക് കുറച്ച് എന്ത് ചെയ്യുന്നു, ടൈം എടുക്കുന്നുണ്ട്. അനലോഗി ഒക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റാങ്കിങ് അങ്ങനത്തെ ബ്ലഡ് റിലേഷൻ ഒക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലവില് നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളതുണ്ട്. പിന്നെ മിസ്സെലേനിയസ് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സിംഗ് ടേംസ് ഉണ്ടല്ലോ, മിസ്സിംഗ് ടേംസ് ഉണ്ട്. പിന്നെ മിറർ ഇമേജ്, വാട്ടർ ഇമേജ് ഉണ്ടല്ലോ, നമ്മുടെ പടം വെച്ചിട്ടുള്ള മിറർ ഇമേജ്, അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കലണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. കലണ്ടർ, ക്ലോക്ക് അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല. കലണ്ടർ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് റിലേഷൻ ഒക്കെ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മിസ്സിംഗ് ടേംസ്, മിസ്സെലേനിയസ്, കൗണ്ടിങ് ഫിഗർ ഉണ്ടല്ലോ, മിറർ ഇമേജ്, കൗണ്ടിങ് ഫിഗർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കൂടുതൽ. ഇതെല്ലാം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് മോഡറേറ്റ് ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിട്ട് അങ്ങനെ ഒത്തിരി പേർ. ഒന്നിലും റീസണിങ് എളുപ്പമായിരുന്നവർക്ക് മാത്സ് പാടായിരിക്കും. അതൊന്നും അതിന്റെ സമയമായിരിക്കും, ഇത് ചെയ്യുമ്പോൾ അതിന്റെ സമയം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. എന്നാൽ എങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റീസണിങ്ങിന് ഒത്തിരി സമയം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്സിലും അധികം ചില സെഷനുകളിൽ ചില സ്റ്റേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ഇച്ചിരി പാടായിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സിന്റെ കാര്യം നമ്മൾ നോക്കണമെങ്കിൽ ചില സെക്ഷനുകളിൽ ചില സ്ലോട്ടുകൾക്ക് ജിയോമെട്രി ചോദിച്ചിട്ടില്ലാത്ത സെക്ഷനുകളും ഉണ്ടായിരുന്നു. ചിലർക്ക് ഒത്തിരി അധികം ചോദിച്ചതും ഉണ്ടായിരുന്നു. ജിയോമെട്രി ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ജിയോമെട്രി തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പർ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. നമ്പർ സിസ്റ്റം ഒരു 2-3 ക്വസ്റ്റ്യൻസ് അത് ചോദിക്കുന്നുണ്ട്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ചോദിക്കുന്നുണ്ട്. അത് ഒരു 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്കതിലും 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആവറേജ് ആണ്, ആവറേജ് എളുപ്പമാണ്. എല്ലാ ഷിഫ്റ്റിലും ആവറേജ് എളുപ്പം എന്നാണ് അറിയുന്നത്. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതും വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതും 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് എല്ലാത്തിലും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. സിംപ്ലിഫിക്കേഷൻ ഈസി ആയിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞു. സിംപ്ലിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അത് ഈസിയാണ്. 2 to 3 ക്വസ്റ്റ്യൻസ് വരെ സിംപ്ലിഫിക്കേഷനിൽ വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി പാട് ജിയോമെട്രി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ജിയോമെട്രി മോഡറേറ്റ് ആണ്, ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, മോഡറേറ്റ് എന്നാണ്
പറയുന്നത്. പിന്നെ നമ്മുടെ ട്രിഗണോമെട്രി എളുപ്പമാണ്. എല്ലാവർക്കും എളുപ്പമാവണമെന്നില്ല. ഞാനിത് പറയുമ്പോൾ എളുപ്പമല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എഴുതിയ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. ട്രിഗണോമെട്രി ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മോഡറേറ്റും ഉണ്ട്, ഈസിയും ഉണ്ട്. ഓരോരുത്തരനുസരിച്ചിരിക്കും, ഓരോരുത്തർ പഠിച്ചതനുസരിച്ചിരിക്കും. പിന്നെ ആൾജിബ്ര ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാത്തിലും ഉണ്ട്, ആൾജിബ്ര. അതുപോലെ തന്നെ നമുക്ക് പെർസെന്റേജ് ആവറേജ് ഒക്കെ എളുപ്പമായിരുന്നു. പെർസെന്റേജ് ചോദിക്കുന്നുണ്ട്. പെർസെന്റേജ് ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിക്കുന്നുണ്ട്. അതും ഒരു 2 ക്വസ്റ്റ്യൻസ് വെച്ചൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മെൻസുറേഷന്റെ ചോദിക്കുന്നുണ്ട്. അതും ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് അതും ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ LCM HCF ആൻഡ് ഞാൻ എഴുതുന്ന കാണാമോ എന്നറിയില്ല. LCM HCF ഒക്കെ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. 4 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് പഠിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് ചോദിക്കുന്നത്. ജിയോമെട്രി ഒക്കെയാണ് കുറച്ച് മാത്സിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇതില് ചില സ്റ്റേറ്റ്മെന്റ്സും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ റീസണിങ്ങിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എളുപ്പമാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ എളുപ്പമാണ്. എന്താണ് കൗണ്ടിങ് ഫിഗർ, മിറർ ഇമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇച്ചിരി ഈസി ആയിട്ട് വന്നിരുന്നു. മാത്സും റീസണിങ്ങും വലിയ കുഴപ്പമില്ല. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. കാരണം ചിലർക്ക് എളുപ്പം, ചിലർക്ക് ചില സ്ലോട്ടുകളിൽ എളുപ്പം. GK ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല ബാക്കി ഹിസ്റ്ററി അത് ഒത്തിരി ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. ഒരു മോഡറേറ്റ് വേണമെങ്കിൽ നമുക്ക് GK പറയാം. എല്ലാവർക്കും അല്ല, ഞാൻ സംസാരിച്ചിരുന്നത് ഒത്തിരി പേർക്ക് GK മോഡറേറ്റ് എന്ന് പറയാം. എല്ലാം കിട്ടാത്തത് കൊണ്ടായിരിക്കണം. ബാക്കി രണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇനി വരുന്ന എക്സാംസ് ഇനി ഒരു 4-5 ദിവസം നമുക്ക് നെക്സ്റ്റ് 24th വരെയൊക്കെ എക്സാം വരുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കുറച്ചധികം നോക്കി വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം പോവുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതുക. അപ്പൊ ഇനി ആൻസർ കീ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ഓരോന്ന് നോക്കാം. നമുക്കിനി അടുത്ത് CGL വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ടോപ്പിക് വൈസിന്റെയും CGLന്റെ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക. താങ്ക് യു.